വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമല്ല. അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞാൽ, ഞാൻ 2019 ആറ്റിങ്ങൽ പാർലമെന്റിൽ മത്സരിക്കാൻ എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയപ്പോൾ ഞാൻ അന്ന് വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ 1,14,000 വോട്ടുകളായിരുന്നു ഇരട്ട വോട്ടുകൾ ആയി കണ്ടെത്താൻ കഴിഞ്ഞു. അതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ ഇവിടെ ജില്ലയുടെ ചുമതല നോക്കുന്ന ജില്ലാ കളക്ടർക്കും അതുകൂടാതെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്ക് വരെ അന്ന് പരാതി കൊടുത്ത ഒരാളാണ്. ഞാൻ കൊടുത്ത പരാതി വെറുതെ കൊടുത്തതല്ല. ഇതെല്ലാം CD-യിൽ പകർത്തിക്കൊണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ അന്ന് പരാതി കൊടുത്തത്. ആ പരാതി പരിശോധന നടത്തിയതിനു ശേഷം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു നിർദ്ദേശം കൊടുത്തു. സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ്, അതിനെതിരെ നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴാണ് അന്നത്തെ കളക്ടർ പറഞ്ഞത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തുകളിൽ എത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് അന്നത്തെ കളക്ടർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, അതിനകത്ത് ഒരു കാര്യമുള്ളത്, നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേരുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് 1,14,000 വോട്ടുകളായിരുന്നു എങ്കിൽ ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് പരിശോധനയിലൂടെ കാണാൻ കഴിഞ്ഞത് 1,64,000-ഓളം വോട്ടുകൾ കള്ള വോട്ടുകൾ എന്നുള്ള നിലയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നുകൂട്ടി. ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗവൺമെന്റ് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. ഇത് വാക്കാൽ കൊടുത്ത നിർദ്ദേശമാണ്, അല്ലാതെ രേഖാമൂലം കൊടുത്ത നിർദ്ദേശമല്ല. ആ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് ആളുകളെ ആരെയും ഒഴിവാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുള്ള ഡബിൾ വോട്ടിംഗ് എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള ഒരാളിനെ പോലും ഒഴിവാക്കാൻ പാടില്ല എന്ന നിർദ്ദേശം വാക്കാൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അതൊന്നും നോക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ പരാതികൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പരാതികൾക്കൊരു പരിഹാരം എന്നുള്ള നിലയിൽ പല നിയോജക മണ്ഡലങ്ങളിലും 10, 100, 250, 300 വോട്ടുകൾ ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഒരു മറുപടി മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 1,64,000 വോട്ടുകൾ ഈ 2024 തെരഞ്ഞെടുപ്പിലും അധിക വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ തെളിവുകളും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഇത് ശരിയാണ്, അതുകൊണ്ട് എല്ലാ ബൂത്തുകളും 1,426 ബൂത്തുകളാണുള്ളത്, 1,426 ബൂത്തുകളിലും വെബ് ക്യാമറ വെക്കാൻ പറ്റും. അതുകൊണ്ട് ആണ് തൽക്കാലം ഞാൻ വലിയ വോട്ടിന്റെ ഒന്നും ഭൂരിപക്ഷത്തിലല്ലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു കാര്യം, ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കേരളത്തിൽ പല നിയോജക മണ്ഡലങ്ങളിലും ഇതേപോലെ പരിശോധന നടത്തിയാൽ ആ പരിശോധനയിലൂടെ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ, CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല കള്ളത്തരങ്ങളും പുറത്തേക്ക് വരും. അത് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ചുമതലയാണ്. അത് ഞങ്ങളത് ഏറ്റെടുക്കുക മാത്രമല്ല, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടപടികളുമായി മുമ്പോട്ട്. കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യത്തെ കുറിച്ച് മാത്രം നിങ്ങൾ പറയുന്നതില്ല. മുദ്രാവാക്യം പല ആളുകളും വിളിക്കില്ലേ, കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു, അതിനേക്കാൾ ഉപരിയല്ലേ CPM അവിടെ പറഞ്ഞതെന്താ? അല്ല, നിങ്ങൾ അത് യൂത്ത് കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരി മഹാത്മാഗാന്ധിയെ തകർക്കുന്നതിന് വേണ്ടി ഇതിപ്പോ ആരോടൊപ്പം കൂട്ടു നിൽക്കുന്നത്? CPM എന്ന് കൂട്ടു നിൽക്കുന്നത് BJPക്ക് വേണ്ടിയാണ്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അടക്കമുള്ള ആളുകളെ ഈ ചിത്രത്തിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. അപ്പോ
യൂത്ത് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചു എന്ന് കരുതി ആ മുദ്രാവാക്യത്തെ വേറൊരു ഏറ്റുപിടിക്കേണ്ട. അതേസമയം മഹാത്മാഗാന്ധിയോട് ആദരവ് കൊടുക്കുന്നവരാണ് എങ്കിൽ അതുകൂടി നോക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാന് സർട്ടിഫിക്കറ്റില്ല, അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. പണ്ട് ഞങ്ങളൊക്കെ ഇന്നതോ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നിഷ്കളങ്കത കൊണ്ട് ഞാനിപ്പോ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ട് കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. പക്ഷേ ഇത് ഓരോ ഇടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയും. അല്ല, അതിപ്പം എന്തുകൊണ്ട് ഞങ്ങള് ഇല്ല, അങ്ങനെയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ വേദികളിൽ ചിലപ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ വിളിക്കുന്നതിന് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് കോൺഗ്രസിനെ മാത്രം പ്രകീർത്തിക്കുവാൻ വേണ്ടി ഒരിക്കലും വർത്തമാനം പറഞ്ഞിട്ടില്ല. അതുകൂടി അറിയണം. അത് CPM അത് അവരോട് ചോദിക്കുന്നതല്ലേ. CPM നേതാവ് അങ്ങനെ പ്രതികരിക്കുന്നുവെങ്കിൽ CPM-കാർ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചോദിക്കണം. അത് വേണ്ട, ഇനി സമയം കിടക്കുമല്ലേ, ഞങ്ങളിത് ഓരോന്നോരോന്ന് ഏറ്റെടുക്കാം. ഏതായാലും ഇത് പുറത്തു വന്നല്ലോ, ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പുറത്തെന്തായാലും വന്നല്ലോ. വന്ന കാര്യങ്ങൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ചെയ്തുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴും അത് അനുവർത്തിച്ചു പോകുന്നുവെങ്കിൽ ആ അനുവർത്തിച്ചു പോകുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.